CPI തള്ളിപ്പറഞ്ഞതോടെ ഭൂരിപക്ഷം നഷ്ടമായ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉടൻ രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മേയർ പരസ്യമായി പ്രശംസിച്ചത് CPM BJP അവിശുദ്ധ ബന്ധത്തിന് തെളിവെന്നും VK ശ്രീകണ്ഠൻ. മേയറുടെ സുരേഷ് ഗോപി അനുകൂല പരാമർശത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച CPI. മേയർ MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് VS സുനിൽകുമാർ. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജൻ ഒളിവിൽ തന്നെ. ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീക്കാറ്റ് സാജനെ പിടികൂടാനാകാത്തത് പോലീസിന് തലവേദനയായി. പോലീസിനെ വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രതിയുടെ പോസ്റ്റ്. സംസ്ഥാനത്ത് മൂന്നാം പാതയ്ക്ക് റെയിൽവേ സർവേ ആരംഭിച്ചു. ഷൊർണൂർ മംഗലൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം ഷൊർണൂർ പാതകളിലാണ് മൂന്നാം പാതയ്ക്ക് സാധ്യത. പണമടയ്ക്കാത്തതിനാൽ 4 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് നിർത്തിവച്ചു. മാള, അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിർത്തിവച്ചത്. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല. കരുവന്നൂർ വലിയ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ബംഗ്ലാവ് കടവ് ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലേക്ക് എത്തിയ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾ ഹെവൻശ്രീ പ്രവർത്തകർ തടഞ്ഞു. അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വാഹനങ്ങൾ തടഞ്ഞത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. LDFിലെ പ്രമുഖ ഘടക കക്ഷിയായ CPI തള്ളിപ്പറഞ്ഞതോടെ ഭൂരിപക്ഷ നഷ്ടമായ മേയർ MK വർഗീസ് ഉടൻ രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. 1 മാസത്തിലേറെയായി കൌൺസിൽ യോഗം ചേരാത്തത് ചട്ടലംഘനം. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മേയർ പരസ്യമായി പ്രശംസിച്ചത് CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിന് തെളിവെന്നും VK ശ്രീകണ്ഠൻ. DCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. CPMന്റെ മുഖംമൂടിയാണ് മുഖ്യ ഘടകകക്ഷിയായ CPI വലിച്ചു കയറിയത്. കേരളത്തിന്റെ പുരോഗമന മുഖത്തെ പണയപ്പെടുത്തി CPM BJPക്ക് അടിയറ വെച്ചതിന്റെ പ്രകടമായ തെളിവ് കൂടിയാണ് മേയറുടെ നിലപാടുകളും പ്രസ്താവനകളും. കൂടെ നിന്ന് ചതിക്കുകയായിരുന്നെന്നും പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നുമാണ് VS സുനിൽകുമാറിന്റെ പ്രസ്താവന. CPIയുടെ കൗൺസിലർമാർ പരസ്യമായി മേയറെ തള്ളിപ്പറയുകയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ മേയറുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് പ്രകീർത്തിച്ചും പുകഴ്ത്തിയും പരസ്യമായി പറഞ്ഞ മേയർ അദ്ദേഹം MP ആവാൻ യോഗ്യനാണെന്ന് വരെ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പറഞ്ഞതും CPMും BJPയും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് നിൽക്കുകയാണ്. ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും CPI ആണ്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് രാജിവെക്കണം. തെരഞ്ഞെടുപ്പിൽ പിന്നിൽ നിന്ന് കുത്തുകയും ചതിക്കുകയും ചെയ്ത വ്യക്തിയാണ് മേയറെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ വ്യക്തമാക്കിയിട്ടും CPM മേയറെ പിന്തുണച്ച് മുന്നോട്ടു പോകുന്നത് അധികാരം നിലനിർത്താനും അഴിമതി നടത്താനും വേണ്ടി മാത്രമാണ്. മാസത്തിലൊരിക്കൽ കോർപ്പറേഷനിൽ കൗൺസിൽ യോഗം കൂടണമെന്ന ചട്ടം ഭരണ നേതൃത്വം ലംഘിച്ചിരിക്കുകയാണ്. 100 കണക്കിന് ഫയലുകളാണ് കൗൺസിൽ തീരുമാനത്തിനായി കെട്ടിക്കിടക്കുന്നത്. കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പദ്ധതികളായ ശക്തനഗറിലെയും കുരിയച്ചിറയിലെയും OWC പ്ലാന്റുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കോർപ്പറേഷൻ മേഖലയിലുള്ള ഇപ്പോഴത്തെ ഭരണസ്തംഭനം അത് വ്യക്തമായി എല്ലാ ജനങ്ങളെയും ബോധിപ്പിച്ചതിന് ശേഷം അത്തരത്തിലുള്ളൊരു നിലപാട് നടത്തും. ഈ ഭരണസ്തംഭനത്തിനെതിരായി ജനങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവിശ്വാസത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കും. ഏറെ ഗുരുതരമായ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളപ്പോൾ മേയർക്കും CPM നേതൃത്വത്തിനും ഒരു കൗൺസിൽ യോഗം പോലും വിളിച്ചു ചേർക്കാൻ സാധിക്കാത്തത് LDF ഘടകകക്ഷികൾ കൗൺസിൽ ബഹിഷ്കരിക്കുമെന്ന ഭയം കൊണ്ടാണ്. ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ശേഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. മേയറുടെ സുരേഷ് ഗോപി അനുകൂല പരാമർശത്തിൽ നടപടി ആവശ്യപ്പെട്ട് CPI വീണ്ടും രംഗത്ത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ മേയർ വിഷയം വീണ്ടും ചർച്ചയായി. അതേസമയം മേയർ MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. മേയറെ മാറ്റണമെന്ന ആവശ്യം CPI CPMനെ അറിയിച്ചിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് LDF ചർച്ച ചെയ്യുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു.
ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റി പറയാതെ NDA സ്ഥാനാർത്ഥിയുടെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് NDAക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അങ്ങനെ നിർവഹിച്ച ഒരാളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. മേയറുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസമല്ല. മേയർ എന്ന് പറയുന്ന വ്യക്തി CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്വതന്ത്രനായി കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ്. അതൊരു ജെന്റിൽമാൻ അഗ്രിമെൻ്റാണ്. അത് അദ്ദേഹം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം CPIക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടും മേയർ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴും CPI അതിനെപ്പറ്റി ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ പരാതി പറയുന്നതിന് കാരണം രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള ഈ വഞ്ചനയാണ്. അത് ഞങ്ങൾക്കൊരിക്കലും ഒരു ഇടതുപക്ഷ മേയർ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. തൃശൂർ കമ്മീഷണർ ഓഫീസും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഗുണ്ട തീക്കാറ്റ് സാജൻ ഒളിവിൽ തന്നെ. തിങ്കളാഴ്ച പുലർച്ചെയാണ് സാജൻ തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്ന് തന്നെ കോടതിയിൽ നിന്ന് സെർച്ച് വാറന്റ് വാങ്ങി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീക്കാറ്റ് സാജനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന് തലവേദനയായിരിക്കുകയാണ്. ഒളിവിൽ കഴിയുന്ന പ്രതി ഉന്നത ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിക്കുന്നതും തുടരുകയാണ്. തേക്കിൻകാട് മൈതാനിയിൽ ഞായറാഴ്ച സംഘടിപ്പിച്ച തന്റെ പിറന്നാൾ ആഘോഷം പോലീസ് പൊളിച്ചതും പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ 30ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതുമാണ് സാജനെ പ്രകോപനത്തിനിടയാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സമാന്തര പാതയ്ക്കും മൂന്നാം പാതയ്ക്കുമായി റെയിൽവേ സർവേ ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായാണ് മൂന്നാം പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ റെയിൽവേ ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഡിവിഷനിലെ എറണാകുളം ഷൊർണൂർ, പാലക്കാട് ഡിവിഷനിലെ ഷൊർണൂർ കോയമ്പത്തൂർ, ഷൊർണൂർ മാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് റെയിൽവേ സർവേ നടത്തിയത്. ഇതിൽ കോയമ്പത്തൂരിൽ നിന്നും ഷൊർണൂർ വരെയുള്ള പാത പൈങ്കുളം ഭാഗത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ വന്ന് വാഴാലിക്കാവിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത നിർമ്മിച്ചാൽ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാവില്ല എന്ന പഠന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പാതയ്ക്ക് സമാന്തരമല്ലാതെ മറ്റൊരു പാത നിർമ്മിക്കാൻ റെയിൽവേ ഒരുങ്ങുന്നത്. എന്നാൽ ഇത് ഉടനെ നടപ്പിലാകില്ലെന്നും വ്യക്തമായ പദ്ധതി റിപ്പോർട്ട് പോലും ആയിട്ടില്ല എന്നും ഇത്തരത്തിലുള്ള മൂന്നാം പാത വന്നാൽ പോലും വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാകില്ല എന്നും മുൻ റെയിൽവേ ജീവനക്കാരനായ K. ശശിധരൻ പറയുന്നു. മൂന്നാം പാതയും നാലാം പാതയും വന്നാൽ പോലും അതിന് 130 കിലോമീറ്റർ വേഗതയോ 110 കിലോമീറ്റർ വേഗതയോ ആണ് പറയുന്നത്. 160 കിലോമീറ്റർ വേഗത എന്ന് പറയുന്നതിൽ പോലും എത്തുമോ എന്നുള്ളത് സംശയത്തിന്റെ നിഴലിലാണ്. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല. വന്ദേ ഭാരതിന്റെ വേഗത പോലും 60 കിലോമീറ്റർ ആവറേജ് സ്പീഡിലാണ് നിലനിൽക്കുന്നത്. പക്ഷെ അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഷൊർണൂരും എറണാകുളത്തിനിടയിലുള്ള ബോട്ടിൽ നെക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്, വേഗത കൂട്ടുക എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളും ഷൊർണൂർ, പാലക്കാട്, എറണാകുളം മേഖലകളിൽ കൂടി കടന്നുപോകുന്ന ട്രെയിനുകളുടെ എണ്ണം കൂടുതലായതിനാലുമാണ് ഇത് സാധ്യമാകാത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെയുള്ള വളവുകൾ ഉള്ളതിനാൽ നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത എന്നത് അപ്രായോഗികമാണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. ചെറുതുരുത്തി, പൈങ്കുളം, തൊഴൂപ്പാടം എന്നീ പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധനയും നടക്കുന്നതായി പറയുന്നു. ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള പുതിയ പാതയിൽ 3-ന് പുറമെ 4-മതൊരു പാതയ്ക്ക് കൂടിയുള്ള സ്ഥാനനിർണയ സർവേയും നടക്കുന്നുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു. TCV ചെറുതുരുത്തി. കുടിവെള്ളത്തിന്റെ പണം അടയ്ക്കാത്തതിനാൽ 4 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വാട്ടർ അതോറിറ്റി നിർത്തിവച്ചു. മെയ് മാസം മുതലുള്ള കുടിവെള്ളത്തിന്റെ പണം അടച്ചില്ലെന്നാരോപിച്ചാണ് കുടിവെള്ള വിതരണം നിർത്തിവച്ചത്. കോടികൾ കുടിശ്ശികയുള്ളപ്പോഴാണ് മെയ് മാസത്തിലെ നിരക്കിൽ പകുതി പോലും അടയ്ക്കാത്തതിന്റെ പേരിൽ മാള, അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വ്യാഴാഴ്ച മുതൽ നിർത്തിവെച്ചത്. പുത്തഞ്ചിറ പഞ്ചായത്ത് 50%-ലധികവും വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് 50%-വും മെയ് മാസത്തിലെ നിരക്ക് അടച്ചിട്ടുണ്ട്. കോടികളുടെ കുടിശ്ശികയായതോടെ അതാത് മാസങ്ങളിലെ പകുതി നിരക്കെങ്കിലും അടയ്ക്കണമെന്ന ജല അതോറിറ്റി അധികൃതരുടെ നിർദ്ദേശം പഞ്ചായത്തുകൾ അംഗീകരിച്ചിരുന്നു. ജൂൺ 1-ന് സമാനമായ രീതിയിൽ ജലനിധി പദ്ധതിയുടെ കീഴിലുള്ള 6 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണവും നിർത്തിവച്ചിരുന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി അഷ്ടമിച്ചിറ ഓഫീസിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുറിയിൽ
കുത്തിയിരിപ്പ് നടത്തിയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. പഞ്ചായത്ത് അധികൃതർ നൽകിയ ഉറപ്പുകൾ പാലിച്ച് മെയ് മാസത്തെ നിരക്കിന്റെ പകുതി പോലും അടയ്ക്കാൻ തയ്യാറായില്ലെന്നാണ് ജല അതോറിറ്റി നൽകുന്ന വിശദീകരണം. ജലനിധി പദ്ധതിയിലുള്ള മാള, പുത്തഞ്ചിറ, വെള്ളാങ്കല്ലൂർ, കുഴൂർ, പൊയ്യ, അന്നമനട പഞ്ചായത്തുകളിൽ നിന്ന് 17,39,34,936 രൂപയാണ് 2024 ജൂൺ 30 വരെ കുടിശ്ശികയായുള്ളത്. ഇതിൽ മാള പഞ്ചായത്താണ് 5.5 കോടിയിലധികം കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. TC വിനോസ്, മാള. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും തൃശൂരിൽ നിന്നെത്തിയ സ്കൂബ ടീമും മണിക്കൂറുകളോളമാണ് തിരച്ചിൽ നടത്തിയത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് ഇരിങ്ങാലക്കുട കുരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ വേണു മകൻ 20 വയസ്സുള്ള ഹരികൃഷ്ണൻ പുഴയിൽ ചാടിയത്. സുഹൃത്തുക്കൾക്ക് സോഷ്യൽ മീഡിയ വഴി സന്ദേശം നൽകിയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞ കവിഞ്ഞൊഴുകുന്നതിനാൽ നല്ല അടിയൊഴുക്കുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 8ഓളം പേരാണ് കരുവന്നൂർ വലിയ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യാശ്രമം നടത്തിയത്. പാലത്തിൽ ഫെൻസിംഗ് നടത്തുമെന്ന് അധികൃതർ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ല. കരുവന്നൂർ വലിയ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ KSTP ഉദ്യോഗസ്ഥർക്ക് നൽകിയതായും മന്ത്രി അറിയിച്ചു. കരുവന്നൂർ പാലത്തിന് ആത്മഹത്യ മുനമ്പാക്കാൻ അനുവദിക്കില്ല. ആത്മഹത്യകൾ കൂടി വരുന്നതിൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. തൃക്കണ മതിലകത്തിന്റെ ചരിത്രം പറയുന്ന പുരാതനമായ മതിലകം ബംഗ്ലാവ് കടവ് 2021 33 ലക്ഷം രൂപ ചിലവിട്ട് കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത്. കനോലി കനാലിന്റെ തീരത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതീർത്ത ബംഗ്ലാവാണ് മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത്. ബംഗ്ലാവിന്റെ പൗരാണികത നിലനിർത്തിയാണ് പുനർനിർമ്മിച്ചത്. പൗരാണിക ബംഗ്ലാവ് കമ്മ്യൂണിറ്റി സെന്റർ ആകുന്നതോടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം കുട്ടികൾക്കും ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള സമയം സ്ത്രീകൾക്കും വൈകുന്നേരം മുതൽ രാത്രി നിശ്ചിത സമയം വരെ മുതിർന്നവർക്കും വായനയ്ക്കും വിനോദ വിശ്രമവേളകൾക്കുമായി ഉപയോഗിക്കാമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. മാത്രമല്ല മതിലകത്തിന്റെ ചരിത്രവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്നതിനായി ഒരു മ്യൂസിയവും പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും നടപ്പിലായില്ല. ഇപ്പോൾ ബംഗ്ലാവിന് ചുറ്റും കാട് കയറിയ അവസ്ഥയിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പോയതല്ലാതെ ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മതിലകത്ത് നിന്ന് ഗവേഷണത്തിലൂടെ ലഭിച്ച ചരിത്ര ശേഷിപ്പുകൾ വിവിധ മ്യൂസിയങ്ങളിലായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തിരികെ കൊണ്ട് വരേണ്ടതുണ്ടെന്ന് മതിലകം പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് KM ഗോപാലൻ പറഞ്ഞു. ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ മതിലകം ബംഗ്ലാംകുടവിൽ ഒരു ചരിത്ര മ്യൂസിയം അന്ന് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനെ കണ്ടിരുന്നത്. മതിലകം പ്രദേശത്തു നിന്ന് അനേകം ചരിത്ര ശേഷിപ്പുകളും പുരാവസ്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് സംരക്ഷിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത് വന്നപ്പോൾ പ്രതീക്ഷ ഉണ്ടായതൊക്കെ തന്നെ തകർത്ത് കളഞ്ഞ് അത് സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിയും മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗത്തു നിന്നും ഇപ്പം ഉണ്ടായിട്ടില്ല. ആദ്യകാലങ്ങളിൽ കനോലി കനാലിലൂടെ മലബാറിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നവർ ഇവിടെയാണ് വിശ്രമിച്ചിരുന്നത്. കോട്ടപ്പുറം മുതൽ പൊന്നാനി വരെ കനോലി കനാലിലൂടെ വഞ്ചി സർവീസും ബോട്ട് സർവീസും ഉണ്ടായിരുന്നു. കമ്പനി വഞ്ചി എന്നാണ് വള്ളത്തിനെ വിളിച്ചിരുന്നത്. നാട്ടുകാർ രാവിലത്തെ സമയം കണക്കാക്കിയിരുന്നത് വഞ്ചിയുടെ ഈ ഹോണിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ട്രാവലേഴ്സ് ബംഗ്ലാവിന് സമീപം വഞ്ചിക്ക് സ്റ്റോപ്പുണ്ടായിരുന്നു. ഇതാണ് ബംഗ്ലാവ് കടവ് എന്ന പേരിന് ആധാരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതുന്നതിന് പല ഘട്ടത്തിലും ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു. കൂടാതെ ജലഗതാഗതം നിലനിന്നിരുന്ന കാലത്ത് ചുങ്കപ്പിരിവിനായും ബംഗ്ലാവ് ഉപയോഗപ്പെടുത്തിയിരുന്നു. ദീർഘകാലം മതിലകം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നതും ഈ കെട്ടിടത്തിലാണ്. TC വിനോസ്, കയ്പമംഗലം. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിയ വാഹനങ്ങൾ ഹെവൻശ്രീ പ്രവർത്തകർ തടഞ്ഞു. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഹെവൻശ്രീ അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് 17ഓളം വരുന്ന സ്ത്രീകളായ പ്രവർത്തകർ മാലിന്യ വണ്ടികൾ തടഞ്ഞത്. ശമ്പള ഇനത്തിൽ 1 ലക്ഷത്തിലധികം രൂപ ഇവർക്ക് ലഭിക്കാനുണ്ട്. ഇതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരസഭയിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള മാലിന്യ നീക്കം സ്തംഭിച്ച അവസ്ഥയിലാണ്. ഹെവൻശ്രീ ഗ്രൂപ്പിലെ അംഗങ്ങൾ 17 വർഷത്തോളമായി ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്.
ഇതുവരെയുള്ള നാളുകളിൽ നഗരസഭ തനത് ഫണ്ടിൽ നിന്നാണ് ശമ്പളം നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഈടാക്കുന്ന യൂസർ ഫീയെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള കൺസോർഷ്യത്തിൽ നിന്നും ശമ്പളം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഓഡിറ്റ് ഒബ്ജക്ഷൻ ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭാ അധികൃതർ ഈ തീരുമാനമെടുത്തത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം നിശ്ചിത ചർച്ചകൾക്കൊടുവിലാണ് എടുത്തത്. എന്നാൽ LDFും BJPയും തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കൺസോർഷ്യത്തിൽ നിന്നും ഹെവൻശ്രീ അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഹെവൻശ്രീ അംഗങ്ങളുടെ ശമ്പളം മുടങ്ങിയതും പ്രതിഷേധത്തിന് കാരണമായതും. ഞങ്ങൾക്ക് ഒരു മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളം ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഓൺ ഫണ്ടിനാണ് ഞങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടിരുന്നത്. ഓൺ ഫണ്ടിൽ പൈസ ഇല്ലെന്നാണ് സെക്രട്ടറി അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ ഹരിതകർമ്മയുടെ കൺസോർഷ്യം അക്കൗണ്ടിൽ പ്ലാസ്റ്റിക് വിറ്റ് ആദ്യം ഓൺ ഫണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കൺസോർഷ്യം അക്കൗണ്ടിലേക്കായി. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും നാൾ ഏത് വകുപ്പിലാണോ ശമ്പളം തന്നുകൊണ്ടിരുന്നത് ആ വകുപ്പിൽ തന്നെ തുടർന്ന് തന്നാൽ മതി. ശമ്പള വർധന വേണ്ടി ഞങ്ങളൊരു അപേക്ഷ വെച്ചിരുന്നു. അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. TCV ഇരിങ്ങാലക്കുട. വികസന പ്രതീക്ഷകളുമായി ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തി. സെന്റ് ഫെർണാണ്ടോ മദർഷിപ്പിന് തുറമുഖത്ത് വാട്ടർ സല്യൂട്ട് നൽകി. ട്രയൽ റൺ ഉദ്ഘാടനവും മദർഷിപ്പിന് സ്വീകരണവും വെള്ളിയാഴ്ച നടക്കും. 2000-ലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിനുള്ളത്. 1930 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം പാടൂരിൽ സ്ഥിരീകരിച്ചതോടെ ഭീതിയിൽ ജില്ല. അപൂർവ രോഗം സ്ഥിരീകരിച്ച 12-കാരൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാടൂരിൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം രോഗബാധയുണ്ടാകാനുള്ള കാരണം തേടുന്നുണ്ട്. തലച്ചോറിലെ കോശങ്ങൾ അമീബ തിന്ന് നശിപ്പിക്കുന്നതാണ് രോഗാവസ്ഥയിൽ ഉണ്ടാവുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൂടുതലായും അമീബയെ കണ്ടെത്തിയിട്ടുള്ളത്. വെള്ളം മൂക്കിലൂടെ പ്രവേശിച്ച് തലച്ചോറിൽ എത്തുമ്പോഴാണ് രോഗബാധ. എല്ലാവർക്കും രോഗം പിടിപെടണമെന്നില്ല. പനി, തലവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. നേരത്തെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമീബിക് ജ്വരം റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗം മൂർച്ഛിച്ചവർ മരണത്തിന് കീഴടങ്ങിയതോടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ജനങ്ങളിൽ ഭീതി പടർന്നത്. തേക്കിൻകാട് മൈതാനിയിലെ നായ്ക്കനാലിൽ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി. അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് 3 മീറ്റർ ഉയരം മാത്രം നിർത്തി ആൽ മുറിച്ചു നീക്കിയത്. ആൽമരത്തിന്റെ ഉൾവശം പൊള്ളയാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിദഗ്ധ സംഘം ആൽമരം പരിശോധിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആൽമരം അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയത്. നായ്ക്കനാൽ എന്ന പ്രദേശം തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് ഈ ആലിൻ്റെ പേരിലാണ്. നായ്ക്കനാൽ അതൊരു ചരിത്രമാണ് ഇന്നിവിടെ. തീർച്ചയായിട്ടും ഇപ്പോൾ ആലിൻ്റെ ശിഖരങ്ങൾ മാത്രമേ നമ്മൾ മുറിച്ചു മാറ്റുന്നുള്ളൂ. അപകടാവസ്ഥയിലായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അത് ശാസ്ത്രീയമായി തന്നെയാണ്. ഫോറസ്റ്റിൻ്റെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുജനമാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് നടത്തുന്നത്. തന്ത്രിയുടെ എല്ലാവിധ രീതിയിലുള്ള ഇതിൻ്റെ ആചാരക്രമങ്ങൾ പാലിച്ചിട്ടാണ്. അങ്ങനെ കൃത്യമായി ഇവിടെ അപകടാവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാൻ എത്തുന്നതിന് മുന്നോടിയായി സുരക്ഷാ കാരണങ്ങളാൽ ആലിന്റെ ചില്ലകൾ നീക്കിയത് നേരത്തെ വിവാദമായിരുന്നു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ദിവസവും ചികിത്സ തേടുന്നത് 14,000-ഓളം പേർ. എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവയ്ക്ക് പുറമെ കോളറയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ദിനംപ്രതി പനിബാധിതരുടെ എണ്ണം ഉയരുകയാണ്. മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷന് സമീപത്തെ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. 2,500 രൂപ നഷ്ടപ്പെട്ടു. പുല്ലൻ വീട്ടിൽ വിൽസന്റെ വീടാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത്. വിൽസനും ഭാര്യയും വ്യാഴാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ചാലക്കുടി പോലീസ് കേസെടുത്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിന് മുന്നിൽ ABVPയുടെ പ്രതിഷേധം. ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നതിൽ മന്ത്രിസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിലെ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിച്ചു. കഴിഞ്ഞ 7 വർഷം കേരളത്തിലെ വിദ്യാഭ്യാസം വിദേശ നിലവാരത്തിൽ ഉയർത്തിയിട്ടില്ല. ഗാന്ധിജിയും ഇന്ദിരയും പഠിച്ച കാലഘട്ടമല്ലെന്നും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത്. ABVP തൃശൂർ ജില്ലാ സെക്രട്ടറി KS യദുകൃഷ്ണൻ,
പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലായി ജീർണിച്ച കെട്ടിടം പൊളിച്ചുമാറ്റിയില്ല. കുട്ടികളെ അംഗൻവാടിയിലേക്ക് അയക്കരുതെന്ന് രക്ഷിതാക്കളോട് അപേക്ഷിച്ച് ചാലിശ്ശേരിയിലെ അംഗൻവാടി അധ്യാപിക രമാദേവിയുടെ ശബ്ദരേഖ പുറത്ത്. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലായി ജീർണിച്ച കെട്ടിടം വർഷങ്ങളായിട്ടും പൊളിച്ചു മാറ്റിയില്ല. കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്നപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമയുടെ ശബ്ദ സന്ദേശം പുറത്ത്. ഹലോ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏത് നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക. കാരണം 2 തൂണും ചെരിഞ്ഞ് ഏത് നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറെ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും. അപ്പോൾ എന്തെങ്കിലും ഒന്നും അതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ്. ഇന്ന് മുതൽ ഞാൻ കുട്ടികളോട് വരണ്ടെന്ന് പറയുകയാണ്. കാരണം അത്രയും അപകടാവസ്ഥയാണ് അത്. പെരുവണ്ണൂർ GLP സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അംഗൻവാടി കെട്ടിടമാണ് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത്. ഏതു നിമിഷവും നിലംപതിക്കാറായ ഈ കെട്ടിടത്തിനരികിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അംഗൻവാടി കെട്ടിടത്തിലേക്കെത്താൻ. കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 8 വർഷത്തിലായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതലരിച്ച് ദ്രവിച്ചിട്ടുണ്ട്. കെട്ടിടത്തിനോട് ചേർന്നുള്ള മതിൽക്കെട്ടും തകർന്നു വീണിട്ടുണ്ട്. പഴയ കെട്ടിടത്തിനടുത്ത് തന്നെ പുതിയ കെട്ടിടം പണിത് കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കുട്ടികൾക്ക് ഭീഷണിയാണ്. ഇളകിക്കിടക്കുന്ന ഓടുകൾ പലപ്പോഴായി നിലംപതിക്കുന്നതും പതിവായിരുന്നു. ഇതോടെയാണ് അംഗൻവാടി അധ്യാപിക രമാദേവി രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അയക്കല്ലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത്. വാർഡംഗം ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പരാതി പഞ്ചായത്തിൽ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. TC വിനോസ്, കുന്നംകുളം. സനാതന സ്കൂൾ ഓഫ് ലൈഫ്, ഗീത പ്രചാരക സമിതി, പ്രസരം സംസ്കൃത സമാജം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സനാതന സുധ വിജ്ഞാന വിചാര സദസ്സ് സംഘടിപ്പിച്ചു. പൂങ്കുന്നം വിവേകാനന്ദ വിജ്ഞാന ഭവനത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിജ്ഞാന വിചാര സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. സനാതന സുധ ഗ്രന്ഥകർത്താവ് ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി, തൃശൂർ ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിക്കുന്ന പ്രബുദ്ധ കേരള പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ, AV നാരായണ ശർമ്മ എന്നിവർ സംസാരിച്ചു. Very erudite, profound, yet in very simple language you have explained the profound Vedantic concepts. I myself, I was always, when it came to understand, I have said earlier also. കരാറുകാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ ആദ്യ ട്രിപ്പ് നടത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് നിർത്തിവച്ചത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ജങ്കാർ സർവീസ് അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് കടത്ത് ബോട്ട് ആരംഭിച്ചത്. തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരമേഖലയെ ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമാണ് അഴീക്കോട് മുനമ്പം ഫെറി. മത്സ്യബന്ധന മേഖലയിലുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ ബോട്ട് സർവീസിനെയാണ്. മുന്നറിയിപ്പില്ലാതെ ബോട്ട് സർവീസ് നിലച്ചത് നാട്ടുകാരെ വലച്ചു. പതിമൂന്ന് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ വയോധികനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടക്കാമ്പൽ ചിറക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസത്തോളമായി പ്രതി പെൺകുട്ടിയെ പിന്തുടർന്ന് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പെൺകുട്ടിയെ കടന്നു പിടിച്ചതോടെ പെൺകുട്ടി വീട്ടുകാരോട് വിവരം പറയുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
പുന്നീർകുളം പാപ്പാളി ബീച്ചിൽ കാറ്റാടി മരം തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പാപ്പാളി പോന്നോത്ത് സലീമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 26-നാണ് അപകടമുണ്ടായത്. കടലോരത്ത് തെങ്ങിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നാളികേരം പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തെ കാറ്റാടി മരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ക്യാൻസർ രോഗികൾക്കായി തീവ്രപരിചരണ യൂണിറ്റ് ആരംഭിച്ചു. സർജിക്കൽ ഓങ്കോളജി യൂണിറ്റിലാണ് ആധുനിക സൌകര്യങ്ങളുള്ള ഓങ്കോളജി സർജിക്കൽ ഹൈ ഡിപ്പെൻഡൻസ് യൂണിറ്റ് ആരംഭിച്ചത്. സ്വകാര്യ ബാങ്കിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫണ്ട് ഉപയോഗിച്ച് 6 കിടക്കകളുള്ള സർജിക്കൽ ഓങ്കോളജി തീവ്രപരിചരണ വാർഡാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു വർഷം 4000-ഓളം ക്യാൻസർ രോഗികളാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി എത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നെഞ്ചുരോഗ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹന ഖാദർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ, മെഡിക്കൽ കോളേജ് ലൈസൺ ഓഫീസർ DC രവീന്ദ്രൻ, സർജിക്കൽ ഓങ്കോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ ശരത് കെ കൃഷ്ണൻ, RMO ഡോക്ടർ നോനം ചെല്ലപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൃദ്ധയായ വള്ളിയമ്മയ്ക്ക് വീട് നിർമ്മിക്കണമെങ്കിൽ സർക്കാർ സഹായം കൂടിയേ തീരൂ. കാട്ടൂർ മുനയം തുപ്രാടൻ വീട്ടിൽ വള്ളിയമ്മ എന്ന 74-കാരിയാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ സഹായം കാത്തിരിക്കുന്നത്. 2018 വെള്ളപ്പൊക്കത്തിൽ വള്ളിയമ്മയുടെ ഓലവീട് വാസയോഗ്യമല്ലാതായി. പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പട്ടികജാതി വിഭാഗക്കാരിയായ വള്ളിയമ്മ ലൈഫ് പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ അംഗീകരിച്ച സർക്കാർ പദ്ധതി പ്രകാരം ആദ്യ ഗഡു 95,000 രൂപ നൽകി. ഈ തുക ഉപയോഗിച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തറ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം 2ാം ഘട്ട അപേക്ഷ നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ലൈഫിന്റെ സൈറ്റിൽ നിന്ന് വള്ളിയമ്മയുടെ പേര് അപ്രത്യക്ഷമായി എന്ന് കാണിച്ചാണ് ഉദ്യോഗസ്ഥർ അപേക്ഷ നിരസിച്ചത്. വീടിനായി ഇരിങ്ങാലക്കുട താലൂക്ക് ഓഫീസിൽ അപ്പീൽ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകി. ഈ അപേക്ഷയിൽ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും വീടിന്റെ കാര്യത്തിൽ നടപടിയായില്ല. കനോലി കനാലിന്റെ തീരത്തെ തന്റെ 5.5 സെന്റ് സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് വള്ളിയമ്മ ഇപ്പോൾ താമസിക്കുന്നത്. മഴക്കാലത്ത് മറ്റ് ബന്ധുവീടുകളിലാണ് രാത്രികാലങ്ങളിൽ കഴിയുന്നത്. സമീപത്തെ കനോലി കനാലിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നതുകൊണ്ടാണ് തുക അനുവദിക്കാൻ ബുദ്ധിമുട്ട് നേരിടാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വള്ളിയമ്മ പറഞ്ഞു. വീട് നിർമ്മാണത്തിലെ പ്രതിസന്ധി നീക്കി നിർമ്മാണം പൂർത്തീകരിക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെടണമെന്നാണ് വള്ളിയമ്മയുടെ ആവശ്യം. 4 കൊല്ലമായി ഞങ്ങൾ അപേക്ഷിച്ചിട്ട്. ഞങ്ങൾ ഈ പുഴയുടെ തീരത്ത് കിടക്കണ കാരണം ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും അവിടുന്ന് അനുവദിക്കുന്നില്ല. ആദ്യത്തെ തറ കെട്ടാനായിട്ട് ഒരു ഘട്ടം കിട്ടി. പിന്നത്തെ ഗഡുവ് ചെന്നപ്പോ പറഞ്ഞു, അവിടുന്ന് അന്വേഷിക്കാൻ വന്നപ്പോ ഈ പുഴ അടുത്തായ കാരണം ഈ പൈസ തരാൻ നിർവാഹമില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഉണ്ടായത്. 2 കുഞ്ഞുമക്കളുണ്ട്, ഞങ്ങൾക്കൊന്ന് കയറി കിടക്കണ്ടേ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പ്രശസ്ത സിനിമാ ഛായാഗ്രാഹകൻ പ്രമോദ് മൊണാലിസ അന്തരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശിയാണ്. നിരവധി സിനിമകൾക്ക് വേണ്ടിയും സീരിയൽ ആൽബങ്ങൾ തുടങ്ങിയവയിലും ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് മേത്തലയിലെ വീട്ടുവളപ്പിൽ നടക്കും. ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂർ പരിശീലന കേന്ദ്രത്തിലെ പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ സർട്ടിഫിക്കറ്റ് വിതരണം സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജൻശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. 1500-ലേറെ ഗുണഭോക്താക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. മാള കേബിൾ വിഷൻ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശനിയാഴ്ച നടക്കും. വരിക്കാരുടെ മക്കളിൽ SSLC, +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്കാണ് ക്യാഷ് അവാർഡ് അടക്കമുള്ള പുരസ്കാരം നൽകുന്നത്. 450ഓളം വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. ശനിയാഴ്ച 2-ന് മാള പാറേക്കാട്ട് ഹാളിൽ ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ഏഷ്യാനെറ്റ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർ അഭിലാഷ് G നായർ എന്നിവർ മുഖ്യാതിഥികളാകും. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ സംസാരിക്കും.
വാർത്താ സമ്മേളനത്തിൽ മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ്, ഡയറക്ടർ P. ഗിരീശൻ, PM സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നേപ്പാളിൽ നടന്ന അഖിലേന്ത്യാ വനിതാ അണ്ടർ-17 എ-സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയിച്ച ഇന്ത്യൻ ടീമിലെ താരങ്ങൾക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. തൃശൂർ ജില്ലക്കാരായ ടീം ക്യാപ്റ്റൻ CS നക്ഷത്ര, ടീം അംഗങ്ങളായ KS അനാമിക, നിയ സുരേഷ്, PB നിരഞ്ജന എന്നിവർക്കാണ് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. KPCC സെക്രട്ടറി A. പ്രസാദ്, യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ്, ജെലിൻ ജോൺ, കൌൺസിലർ സുനിത വിനു, എൻസൺ ആന്റണി, KK ജെയ്ക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവന് 53,640 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3623 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. CPI തള്ളിപ്പറഞ്ഞതോടെ ഭൂരിപക്ഷം നഷ്ടമായ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉടൻ രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മേയർ പരസ്യമായി പ്രശംസിച്ചത് CPM BJP അവിശുദ്ധ ബന്ധത്തിന് തെളിവെന്നും VK ശ്രീകണ്ഠൻ. മേയറുടെ സുരേഷ് ഗോപി അനുകൂല പരാമർശത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിലുറച്ച് CPI. മേയർ MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് VS സുനിൽകുമാർ. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജൻ ഒളിവിൽ തന്നെ. ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീക്കാറ്റ് സാജനെ പിടികൂടാനാകാത്തത് പോലീസിന് തലവേദനയായി. പോലീസിനെ വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രതിയുടെ പോസ്റ്റ്. സംസ്ഥാനത്ത് മൂന്നാം പാതയ്ക്ക് റെയിൽവേ സർവേ ആരംഭിച്ചു. ഷൊർണൂർ മംഗളൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം ഷൊർണൂർ പാതകളിലാണ് മൂന്നാം പാതയ്ക്ക് സാധ്യത. പണമടയ്ക്കാത്തതിനാൽ 4 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് നിർത്തിവച്ചു. മാള, അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിർത്തിവച്ചത്. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല. കരുവന്നൂർ വലിയ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ബംഗ്ലാവ് കടവ് ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലേക്ക് എത്തിയ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾ ഹെവൻശ്രീ പ്രവർത്തകർ തടഞ്ഞു. അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വാഹനങ്ങൾ തടഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.